കോഴിക്കോട് ജില്ലയിലെ പ്രിന്റിംഗ് പ്രസ്സുകളിൽ മിന്നൽ പരിശോധന. ജില്ലാ സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. 7 സ്ഥാപനങ്ങളിൽ നിന്നായി 220 മീറ്റർ നിരോധിത പ്രിന്റിംഗ് വസ്തുക്കൾ പിടിച്ചെടുത്തു. അഞ്ജന സുകുമാരൻ വിവരങ്ങളായിട്ടുണ്ട്. അഞ്ജന, ഫ്ലക്സ് അടിക്കാൻ പാടില്ല എന്നൊക്കെ നിയമങ്ങളുണ്ട്, പക്ഷേ ഇതൊന്നും പൂർണ്ണമായും പാലിക്കപ്പെടുന്നില്ല എന്നതും വസ്തുതയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചെങ്കിലും നിയമപ്രകാരമുള്ള ഫ്ലക്സ് ബോർഡുകൾ അല്ലെങ്കിൽ പരസ്യ ബോർഡുകൾ തന്നെ വരട്ടെ എന്ന് വിചാരിച്ചായിരിക്കും പരിശോധന, അല്ലേ? അതെ ദിവിസ്, തീർച്ചയായും ഈ കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരിശോധന നടന്നിരിക്കുന്നത്. ജില്ലയിലെ പ്രിന്റിംഗ് പ്രസ്സുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് 220 മീറ്ററോളം വരുന്ന നിരോധിത പ്രിന്റിംഗ് വസ്തുക്കളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹരിത പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരുന്നു. അതോട് ഒത്തുപോകുന്ന രീതിയിൽ മാത്രമാണ് ഫ്ലെക്സുകളും ബാനറുകളും അടിക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഹരിത പെരുമാറ്റച്ചട്ടം ഉറപ്പുവരുത്തുന്നതിനായി ഒരു സ്ക്വാഡിനെയും നിയോഗിച്ചിരുന്നു ജില്ലാ തലത്തിൽ. ആ ജില്ലാ സ്പെഷ്യൽ സ്ക്വാഡിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ പല വസ്തുക്കളും പിടിച്ചെടുത്തിരിക്കുന്നത്. 7 സ്ഥാപനങ്ങളിലാണ് ഈ പരിശോധന നടത്തിയത്. 7 സ്ഥാപനങ്ങളും ഈ കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങളാണ്. ഏതായാലും ഈ പിടിച്ചെടുത്ത സ്ഥാപനങ്ങൾക്കൊക്കെയും 10,000 രൂപ ഇനത്തിൽ പിഴയും ചുമത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും കോർപ്പറേഷൻ പരിധിയിൽ ഇത്തരത്തിൽ ഒരു വിജിലൻസ് ടീം പരിശോധന നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധനയിൽ 1200 കിലോഗ്രാം വരുന്ന ഈ വസ്തുക്കളായിരുന്നു ഏതായാലും പിടിച്ചെടുത്തിരുന്നത്. ഇത് പോളിസ്റ്റർ മിക്സ് വരുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഫ്ലെക്സും ബാനറുകളും ഒക്കെ കെട്ടുന്നുണ്ട്, അടിക്കുന്നുണ്ട് എന്നുള്ള പരാതിയെ തുടർന്നായിരുന്നു ഈ ഒരു പരിശോധന നടത്തിയത്. അതിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ പോളിസ്റ്റർ മിക്സ് വരുന്ന ബാനറുകൾ പിടിച്ചിരിക്കുന്നത്. ഇതിൽ കോട്ടൺ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള അത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ബാനറുകളും ഒക്കെ നിർമ്മിക്കുന്നതിന് പ്രശ്നമുണ്ടായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ പോളിസ്റ്റർ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കളാണ്. ശരി, അഞ്ജന സുകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.